ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. കുറച്ച് നാളുകളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും, അതായത് ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാനായിട്ട് കഴിയാറില്ലായിരുന്നു. കാരണം ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിരുന്നാലും എൻ്റെ ചാനൽ മുങ്ങിപ്പോകേണ്ട, നിങ്ങളാരും എന്നെ മറക്കേണ്ട എന്നൊക്കെ കരുതിയിട്ട് ഞാൻ ഷോർട്സ് വീഡിയോസ് ഇടാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങളാരും എന്നെ ഉപേക്ഷിച്ച് പോയിട്ടില്ല, മാത്രമല്ല പുതിയ പുതിയ ഫ്രണ്ട്സ് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ കടുപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മുഴുവനായിട്ടും ഫ്രീ ആയിട്ടില്ല, എന്നിരുന്നാലും ഇന്നൊരു വീഡിയോയിലൂടെ തുടക്കമാകാമെന്ന് കരുതി. അപ്പോഴേ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെ വെയിറ്റ് ചെയ്ത് ഇരുന്നതിലും അതുപോലെ കുറേ സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഞാൻ എറണാകുളത്തായിരുന്നത് കൊണ്ട് എനിക്ക് മോഹനേട്ടനിലൂടെ ആ മറുപടികൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ അതിനും എന്നെ കാത്തിരുന്നതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എന്നെ വെയിറ്റ് ചെയ്തില്ലേ ഇത്രയും ക്ഷമയോടെ. അപ്പോൾ ഈ ഒരു സ്നേഹം എന്നും എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവണം. നമുക്ക് ഇന്ന് ഈ ഒരു കുഞ്ഞു എപ്പിസോഡ്, മോഹന ഓർക്കിഡ്സിൽ നിന്നുള്ള ഈ ഒരു കുഞ്ഞു എപ്പിസോഡിലൂടെ തുടക്കം കുറിക്കാം. വീഡിയോ കണ്ടാലും. നമ്മുടെ ഓർക്കിഡ് ലവേഴ്സിൻ്റെ ചില സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോ ആണ് ഇത്. സംശയം 1 ഇങ്ങനെയായിരുന്നു: സ്പൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇടയിൽ ചില മുട്ടുകൾ വികൃതമായും പ്രാകൃതമായും വിരിയാതെ നിൽക്കുകയും എന്നാൽ മുട്ടിനു നല്ല പച്ചപ്പും ജീവനും ഉണ്ടുതാനും, പക്ഷേ വിരിയുന്നില്ല. ഈ അബ്നോർമാലിറ്റീസ് മൈക്രോ ന്യൂട്രിയൻസിന്റെ കുറവ് മൂലമാണോ? മോഹനേട്ടന്റെ വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഇതിനുള്ള മറുപടി, മോഹനേട്ടൻ നിർദ്ദേശിച്ച മറുപടി എൻ്റെ വോയിസിലൂടെയാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഈ ഒരു സംശയത്തിന് മോഹനേട്ടൻ പറഞ്ഞിരിക്കുന്ന മറുപടി ഇപ്രകാരമാണ്: മുട്ടുവരുന്ന സമയത്ത് സാധാരണ മുട്ടുകൾ പോലെ തന്നെ കാണുന്നു, എന്നാൽ അതിൽ ചിലത് ചെറുതാവുകയും ഒരു ഭാഗം വികൃതമായി മൊത്തത്തിൽ ഒരു പ്രാകൃതമായ അവസ്ഥയിൽ കാണപ്പെടുകയും ചെയ്യാറുണ്ട്. തീർച്ചയായും മൂലകത്തിന്റെ കുറവ് തന്നെയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. വളത്തോടൊപ്പം കാൽഷ്യം, സിങ്ക്, ബോറോൺ എന്നിവ ചേർത്ത് കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. കലണ്ടർ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണുമല്ലോ. കലണ്ടർ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. മൊട്ടുവരുന്ന സ്ഥലത്ത് ഒരു വളർച്ച പോലെ വന്ന് ആ ഭാഗം അടഞ്ഞു പോകുന്നു. ചെടി നല്ല ഹെൽത്തിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ഒരു ചോദ്യത്തിന് മോഹനേട്ടൻ നിർദ്ദേശിച്ച മറുപടി ഇപ്രകാരമാണ്: ചെറിയ ചെടിയുടെ വളർച്ചാഘട്ടത്തിൽ ഓരോ തണ്ടുകളിലും ഇതുപോലെയുള്ള പ്രതിഭാസം കാണാം. അത് ആരോഗ്യക്കുറവ് കൊണ്ടല്ല, ആ ചെടിയുടെ വളർച്ച അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നീട് അതിൽ നിന്നും മുളപൊട്ടി വരുന്ന തണ്ടുകൾ കൂടുതൽ ആരോഗ്യത്തോടെയും തണ്ട് വണ്ണമുള്ളവയായും വളരും. അതിൽ നിന്നുമാണ് പൂവുകൾ ഉണ്ടാവുക. എന്നാൽ ചില വലിയ ചെടികളിൽ നന്നായി വളർന്ന തണ്ടുകൾ അടഞ്ഞു പോകുന്ന ഒരു സ്വഭാവവും ഉണ്ട്. ഇത് കൂമ്പുചീച്ചൽ അസുഖം ബാധിച്ചവയാണ്. അതായത് ശൽക്കങ്ങളുടെയും കീടങ്ങളുടെയും ലാർവ പ്യൂപ്പ സമയത്ത് കൂമ്പിൽ പെട്ടുപോയ പ്യൂപ്പകൾ നീരൂറ്റി കുടിക്കുന്നതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതിനാലാണ് നമ്മൾ മരുന്ന് പ്രയോഗിക്കാതിരിക്കുന്നത്. ഇങ്ങനെ അടഞ്ഞുപോയ ചെടികളിൽ പുതിയ മുളകൾ വന്നിട്ട് വേണം പൂക്കൾ ഉണ്ടാകുവാൻ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂമ്പിലകളിൽ നിറവ്യത്യാസം വരുന്നുണ്ടോ എന്നതാണ്. അങ്ങനെ കാണുമ്പോൾ അത് തീർച്ചയായും കൂമ്പുചീച്ചലിനുള്ള ഒരു ലക്ഷണമാണ്. ഉടൻ തന്നെ റിഡോമിൽ ഗോൾഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ അപ്ലൈ ചെയ്യുക. ആഴ്ചയിൽ 1 തവണ എന്ന രീതിയിൽ 2 പ്രാവശ്യം കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ കൂമ്പ് രക്ഷപ്പെട്ടു വരും. സാഫ് കൊടുക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് സാഫ് കൊടുക്കേണ്ടതില്ല, പകരം റിഡോമിൽ ഗോൾഡ് തന്നെ കൊടുക്കുക.
ഇന്നത്തെ കുഞ്ഞു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുപോലെ ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ മോഹന ഓർക്കിഡ്സിലെ മോഹനേട്ടന്റെ നമ്പറിലേക്കോ രജിത ബാലു എന്ന എൻ്റെ നമ്പറിലേക്കോ വാട്സപ്പ് ആയും നേരിട്ടും വിളിച്ച് സംശയ ദൂരീകരണം നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഓർക്കിഡ് ലവർക്ക് അവരുടെ ഗാർഡൻ എൻ്റെ ചാനലിലൂടെ ഒരു ഗാർഡൻ ടൂറായിട്ട് കാണിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വിവരവും അറിയിച്ചാൽ അപ്രകാരം ചെയ്ത് നൽകുന്നതാണ്. നമുക്കിതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളിലൂടെ ഇനിയും കാണാം എന്ന പ്രതീക്ഷയോടെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.